ജാസി ആൻഡ് ആഷി ഇവർ തമ്മിൽ എന്താണ് വിഷയം? ആഷിയുടെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ആക്ച്വലി അത് ആഷി പോസ്റ്റ് ചെയ്തതല്ല, നന്ദിനി റെഡ്ഡി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ വന്ന ആഷിയുടെ ഒരു വീഡിയോ ആണ്. ജാസി ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. ആക്ച്വലി ഈ ഇൻസിഡൻ്റ് ഒക്കെ 2022 ഈ ആഷിയും ജാസിയും തമ്മിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങളിൽ നിന്ന് വന്ന വീഡിയോസാണ്. അത് ഇപ്പം എങ്ങനെ എസ്കലേറ്റ് ആയി, ഇപ്പോൾ വീണ്ടും എങ്ങനെ കുത്തിപ്പൊങ്ങി എന്നുള്ളതൊക്കെയാണ് ഈ ഒരു കോണ്ടന്റ്. ഞാൻ 2022 ഒക്ടോബർ 26 റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയിൽ ഇവരുടെ ഈ പ്രശ്നത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇതിൽ കാണുന്ന ഓൾമോസ്റ്റ് വീഡിയോസ് ജാസി ആഷിയെ തല്ലി, ജാസി പറയുന്നത് ആഷി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണുന്നത് ഈ 2022 ടിക്ടോക്കിൽ സംഭവിച്ച സാധനങ്ങളാണ്. ഈ 2025 ആയപ്പോഴത്തേക്ക് ജാസി ആഷി കപ്പിള് യൂട്യൂബിൽ ഭയങ്കരമായിട്ട് വൈറലായി. എസ്പെഷ്യലി ജാസി ഒരു ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരുന്നു. ജാസി എവിടെ പോയാലും എങ്ങനെ ഇരുന്നാലും കോൺട്രവേഴ്സി, രേണു സുധിയെ പറഞ്ഞ പോലെയാണ്. സോ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഇന്റർവ്യൂവിൽ ജാസിയോട് ചോദിക്കുകയാണ് എന്തായിരുന്നു പണ്ടത്തെ ആ വിഷയം ആഷിയായിട്ട് എന്നുള്ളത്. അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം വരുന്നത്. അപ്പൊ നന്ദിനി റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ് ഫസ്റ്റ് ഈ ആഷിയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഹാൻഡിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂ ഷാലുബൂണുമായിട്ട് ജാസി കൊടുത്തൊരു ഇന്റർവ്യൂവിന്റെ റീൽ വീഡിയോ ഇട്ടിട്ട് അതിൽ തന്നെ അവർ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, ഇതേപോലെ ഇന്റർവ്യൂ വരുന്ന സമയത്ത് നീ എന്നെക്കുറിച്ച് എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഇടാമെന്നുണ്ടെങ്കിൽ, വീഡിയോയിൽ പറയാമെന്നുണ്ടെങ്കിൽ, ഇന്റർവ്യൂവിൽ പറയാമെന്നുണ്ടെങ്കിൽ നിന്റെ ഹിസ്റ്ററി മൊത്തം ഞാൻ കുത്തിപ്പൊക്കി പുറത്തിടുന്നുള്ളത് ഈ നന്ദിനി റെഡ്ഡി എന്ന് പറഞ്ഞ ഹാൻഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നം 2022 തുടങ്ങിയ സീനുകളാണ്. ഞാൻ എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ആ 2022 ഞാൻ ഇട്ട വീഡിയോൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇതിപ്പോൾ എന്താ കഥ? ജാസി അസീം പിരിഞ്ഞോ? പിരിഞ്ഞു. ഇവര് മറ്റേ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇട്ടിട്ട് അതിനടിയിൽ നിറച്ച് തെറിക്കമന്റ് വാങ്ങുന്ന ടീമല്ലേ? സ്ഥിരം തെറിക്കമന്റ് ആണല്ലോ. എടാ അതല്ല, ഇത് നമ്മളെല്ലാരും ചോറിൽ കഴിച്ചിട്ടിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബെസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല. അല്ല നീ ഇത് കാണിക്കണ്ട ജാസി, ഇങ്ങനെ ഒരു നീ ഇങ്ങനെ ഒരു ഇതെല്ലാം ആശയാണല്ലോ. എല്ലാവർക്കും സ്നേഹസലാം. ഒരു വലിയ കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത്. എൻ്റെ ലൈഫിൽ ഇന്ന് നടന്ന വലിയൊരു സംഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാനൊരാളായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്നും ഞങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് വീഡിയോസിലൂടെ ഞങ്ങൾ കാണിച്ചു തന്ന ആൾക്കാരാണ്. ഒരു പെൺകുട്ടി വന്നിട്ട് ടിക്ടോക്കിലൂടെ പറയുകയാണ് നിന്റെ ചെക്കനെ എനിക്ക് ഇഷ്ടമാണെന്നും അവന് ഞാൻ തട്ടിയെടുക്കുമെന്നും പറഞ്ഞ്. ഒരു പെണ്ണ് ഒരുമ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇന്നലെ ഞാൻ കണ്ടത്. ഇന്നലെ എൻ്റെ കൂടെ നടന്ന ആളെയും ആ പെൺകുട്ടീനെയും അവളെ വീട്ടിൽ അവളെ ബെഡ്റൂമിൽ വെച്ചിട്ട് ഞാൻ കൈയോടെ പിടിച്ചു. കൈയോടെ പിടിക്കാൻ മാത്രമല്ല കൊടുത്തു, അവളെ മോന്തയ്ക്കൊരു അടി കൊടുത്തു. ആ അടി കൊടുത്തതിന് അവൻ തന്ന സമ്മാനമാണ് ഇത്. 2 വർഷമായിട്ട് ഞാൻ അവനെ സ്നേഹിച്ചതിന് അവൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ സമ്മാനം, അവൾക്ക് വേണ്ടിയിട്ട്, 1 മാസം മുമ്പ് പരിചയപ്പെട്ട അവൾക്ക് വേണ്ടിയിട്ട്. അതോടെ ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് പോയി. ഇനി ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഇല്ല. ഇനിയിപ്പോൾ കൂടുതൽ വീഡിയോസ് കാണുന്നപ്പോൾ ഞാൻ ആരും ചോദിക്കേണ്ട അവൻ എവിടെ അവൻ ഇന്ന് ഉള്ള ആളെ എൻ്റെ ലൈഫിൽ നിന്ന് മറന്നുപോയി. ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ അവൻ വരില്ല. ഒരിക്കലും ആ വ്യക്തിനെ ഞാൻ കാണാനോ ഇഷ്ടപ്പെടാനോ ആഗ്രഹിക്കുന്നില്ല. അത്രത്തോളം കണ്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ. 1 മാസം, ഇത് ഇന്നെടുത്ത തീരുമാനം. 1 മാസത്തോളമായി ഇതിന് പുറകിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുക. 2 പേരും, അവളും അവനും 2 പേരും എന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാസി എനിക്ക് ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഗർഭമാണ്, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എൻ്റെ കൂടെ ഒന്ന് വരണം മരുന്ന് വാങ്ങാൻ. അവളെ കൂടെ ഞാൻ ഒരു നല്ല ഫ്രണ്ടായിട്ട് അവളെ കൂടെ ചെന്നു. അത് ഇവന്റെ ഗർഭമാണോ അതോ ഇനി വേറെ ആൾ, ഇവന്റെ ഗർഭിലാണെന്നാണ് അവൾ പറയുന്നത്. ഇനിയിപ്പോൾ വേറെ ആൾ ഗർഭമാണോ എനിക്ക് അറിയില്ല, ഇവന്റെ തന്നെ ഗർഭമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മുമ്പിലാണ് അവൾ മെഡിസിൻ ഒരാൾ കൊടുക്കുന്നതും ക്യാഷ് കൊടുക്കുന്നതും ആ മെഡിസിൻ വാങ്ങുന്നതും എൻ്റെ മുമ്പിൽ വെച്ചാണ് അവൾ മെഡിസിൻ കഴിക്കുന്നതും ഒക്കെ. എനിക്ക് അവനെ വേണ്ട, ഇനി ഒരിക്കലും അവനെ എനിക്ക് ഇനി വേണ്ട. എന്റെ ലൈഫിൽ ഞാൻ അവനെ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് ഞാൻ അന്ന് നടന്ന ഇവരുടെ ആ ഒരു പ്രശ്നം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നും ഞാൻ പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എപ്പോഴും ഞാൻ പറയും, പ്രൈവറ്റ് ആക്കി നമ്മൾ വെക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കണം. നമ്മുടെ പ്രൈവസിയാണ്,
മനസ്സിലായോ? അതിന് ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിലും കപ്പിൾ വ്ളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും നമുക്ക് പൊതുജനങ്ങളെ കാണിക്കണ്ട എന്ന് നമ്മുടെ മനസ്സ് പറയുന്ന ഒരു സാധനം നമ്മൾ കാണിക്കരുത്. അല്ലാതെ നമ്മൾ പബ്ലിക്കിലേക്ക് ഒരു ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിടുമ്പോൾ നമ്മളെ ചുറ്റുമുള്ളവരും പ്രശ്നത്തിലാവും, നമ്മളും പ്രശ്നത്തിലാവും. എത്ര വർഷം കഴിഞ്ഞാലും ഇതൊന്നും നമ്മളെ വിട്ടുപോകാത്തൊരവസ്ഥയും വരും. അതാണ് ഇപ്പോൾ സത്യത്തിൽ ജാസിക്കും ആഷിക്കും പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഈ 2022 ഇവർ രണ്ടുപേരും നടന്ന തമ്മിലടിയിലെ ഒരു മേജർ വില്ലത്തി റോളാണ് ഈ നന്ദിനി റെഡ്ഡിക്ക് അന്ന് ഈ ജാസി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവളാണ് വില്ലത്തി, ഇവളാണ്. ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ല, ലൈവിനകത്ത് വന്നിട്ട് എന്തൊക്കെയോ ഭയങ്കര സംഭവമൊക്കെ ഉണ്ടായി, അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു എന്നൊക്കെയാണ് ഈ ജാസി നന്ദിനി റെഡ്ഡിയെയും ആഷിയെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്ന് നടന്ന പ്രശ്നമൊന്നുമല്ല, ഇപ്പോഴുള്ള പ്രശ്നമൊന്നുമല്ല എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇവർ ഇട്ടിട്ടുണ്ട്, ജാസി ആഷി. ഹലോ, അസ്സലാമു അലൈക്കും. ജാസി ആൻഡ് ആഷിയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ജാസി ആഷിയും വേർപിരിഞ്ഞോ എന്ന്. ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാൻ വന്നത്, ഇപ്പോൾ ഇൻസ്റ്റയിൽ കുറേ ഒരു വീഡിയോസ് ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, ആഷിയുടെ കുറേ വീഡിയോസ്, അതേപോലെ ഞാൻ ഉസ്താദിന് കൂടോത്രം ചെയ്തെന്നുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഉള്ള വീഡിയോസ് കേട്ടോ. അതൊക്കെ സംഭവം എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ചെയ്ത വീഡിയോസ് ആണ്. കാരണം ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനൽ ഓൾറെഡി എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയണം, കാരണം ഒരു ട്രാൻസിന്റെ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു സുന്ദരക്കുട്ടനെയും നമ്മളെ മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളെ കിട്ടുന്നതൊക്കെ വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആഷ എന്ന ഒരാൾ എൻ്റെ ലൈഫിൽ എത്രത്തോളം എനിക്ക് അവനെ ഇഷ്ടമാണെന്നും അവൻ എൻ്റെ ലൈഫിൽ എത്രത്തോളം എനിക്ക് വേണമെന്നുള്ളതും കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഉസ്താദിന് വോയിസ് അയച്ചതും. ഉസ്താദെ എൻ്റെ ആഷി പോകും ഉസ്താദെ, നിങ്ങൾ പറയും ഉസ്താദെ. അവൻ ഉസ്താദ് പറഞ്ഞു ഞാൻ പടച്ചോണ്ടല്ലോ ഉസ്താദ് ലാസ്റ്റ് കൊണ്ട് ഞാൻ പടച്ചോണ്ടല്ല, എൻ്റെ ആഷി പോകൂല, എൻ്റെ ആഷി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇതേപോലെയാണ്. അപ്പം സത്യം പറയുകയാണെങ്കിൽ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞത് ഈ ട്രാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രാൻസിന് ഒരു ആളെ കിട്ടുക, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറെ കിട്ടുക എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ കാര്യമാണ്. കാരണം നമ്മളെ എല്ലാം മനസ്സിലാക്കി നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുക, നമ്മളെ സമൂഹത്തിൽ നമ്മളെ കൈ ചേർത്ത് പിടിച്ച് നമ്മളെ കൂടെ നടക്കാനൊക്കെ ഇതേപോലെ ആഷിന്റെ പോലെ തന്നെ ഒരാളെ കിട്ടുന്നത് വളരെ ഭാഗ്യമുള്ള കാര്യമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു മുത്തുമണിനെ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതേപോലത്തെ നല്ല നല്ല ആൺകുട്ടികളെ ട്രാൻസിന് കിട്ടിയിട്ടാണ് എൻ്റെ വലിയൊരു പ്രാർത്ഥന. കാരണം നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ കൂടെ എന്തിനും നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടാൻ അത് വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പോയി ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാണുക. അപ്പോൾ ജാസിയും ആഷിയും വേർപിരിഞ്ഞിട്ടില്ല, അത് ഇവിടെ തന്നെ ഉണ്ട്, ഇതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ട്. പിന്നെ ട്രോളന്മാർ ട്രോളട്ടെ, കുഴപ്പമൊന്നുമില്ല. അവർ ട്രോൾ ചെയ്ത് ഞങ്ങൾക്കൊന്നും ഏക്കാനോ കാര്യങ്ങളൊന്നും പോകുന്നില്ല. ഈ ബന്ധം മരണം വരെ നല്ലോണം രീതിയിൽ കൊണ്ടുപോയിട്ടെന്നാണ് ഞങ്ങളുടെ ഒരു വലിയ പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ പോയി കണ്ടിട്ട് വന്ന് കമന്റ് ഇട്ട് ഇതിൽ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറെ ആൾക്കാർ പറയുന്നത് ജാസ്തി ആഷിനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളത്. നീ പറഞ്ഞാൽ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആഷി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആഷിനെ പിടിച്ചേക്കുന്ന ആവശ്യമില്ല, കാരണം ആഷി ചെറിയ കുട്ടികളെ കളിപ്പാടല്ലേ പിടിച്ച് പോവില്ല അങ്ങനെ പിടിച്ചേക്കാൻ. ആഷി കളിപ്പാടൊന്നുമില്ല. ആഷിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ബോധവും കാര്യങ്ങളും പക്വതൊക്കെ ഉണ്ട്. ആഷി എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവൻ എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണുക. അപ്പൊ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ജാസി ആഷിയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ. ഓക്കെ, എന്താണെങ്കിലും അവർ വേർപിരിഞ്ഞിട്ടില്ല എന്ന് അവർ തന്നെ ഒഫീഷ്യലി വന്ന് പറയുകയാണ്. ബാക്കി യൂട്യൂബ് പറയാന്ന് പറയുന്നുണ്ട്. ഓക്കെ, യൂട്യൂബ് പോകേണ്ടവർക്ക് അവരുടെ യൂട്യൂബ് പോയി കാണാൻ പറ്റും. ഇവിടെ വിഷയം ഈ ജാസി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇൻ്റർവ്യൂവിൽ വന്ന് നന്ദിനി റെഡ്ഡി എന്ന് പറഞ്ഞ ആ ലേഡിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവരുടെ പഴയ വിഷയം പറഞ്ഞതാണ്. ഓക്കെ, നന്ദിനി റെഡ്ഡിയെ കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലാനുള്ള ദേഷ്യം ഇവർക്കുണ്ട് എന്നുള്ളതൊക്കെ അവർ ഈ 2022 ഇഷ്യൂ ഇപ്പം 2025 ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു പ്രൊവോക്ഡായി. പക്ഷേ ഇതിൽ ഈ നന്ദിനി റെഡ്ഡി റീസെൻ്റ്ലി ആഷിയുടെ ഉമ്മാൻ്റെ വോയിസ് പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പെരുന്നാക്ക് അടുപ്പിച്ച് ആഷി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉമ്മ നന്ദിനി റെഡ്ഡിക്ക് അയച്ചൊരു വോയിസാണ്. ദാറ്റ് വാസ് വെരി ഇമോഷണൽ മാൻ. ഇപ്പോൾ ജാസി പറയുന്നുണ്ട്, ജാസി ഒരുപാട് മനസ്സിലാക്കുന്ന, ഇഷ്ടപ്പെടുന്ന, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആഷി. ആൻഡ് ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടേ. അതൊരു ട്രാൻസ് എന്നല്ല, ഏതൊരാളാണെങ്കിലും പെണ്ണാണെങ്കിലും പരസ്പരം സപ്പോർട്ട് ചെയ്തും മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കപ്പിളായിട്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അതെല്ലാവർക്കും കിട്ടുക എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ലക്കാണ്.
പ്യുവർ ലക്ക് എന്ന് എനിക്ക് പറയുള്ളൂ. പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജീവിക്കാം. ഇതിൽ ഈ ജാസി പറഞ്ഞൊരു കാര്യമുണ്ട്. ആഷി കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബോധവും ബുദ്ധിയും ഇവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആഷിൻ്റെ ഉമ്മ പറയുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കോൾ. ഓക്കെ, ഇപ്പോൾ ജാസിയുടെ വീട്ടിൽ സീനില്ല, ജാസിയുടെ വീട്ടിൽ വിഷയങ്ങളില്ല എന്നുള്ളത് ജാസി തന്നെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആഷിയുടെ വീട്ടിൽ സീനുകളുണ്ട്. ഓക്കെ, അതും ജാസി തന്നെയാണ് പറയുന്നത്. ആ പ്രശ്നങ്ങൾ എങ്ങനെ എന്ത് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ. ഇപ്പോൾ ഓക്കെ, എൻ്റെ സുഖത്തിനും എൻ്റെ സമാധാനത്തിനും എൻ്റെ സന്തോഷത്തിനും വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ളവർ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലി എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്നുള്ള രീതിക്ക് ലൈക്ക് നമ്മളത് ഭയങ്കര ഹാർഡ് ഡിസിഷൻസ് ആണ് അതൊക്കെ. ലൈഫിൽ മുന്നോട്ടുള്ള പോക്കിൽ അത് നമുക്ക് ഭയങ്കര സീൻ പിടിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുറേയൊക്കെ എന്താണെന്ന് അറിയാം, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി സെറ്റിൽ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ എല്ലാം ഇഗ്നോർ ചെയ്ത് വിടണം. ബട്ട് സ്റ്റിൽ പാരൻസിൻ്റെ പെയിൻ ആയിട്ട് തന്നെ കിടക്കും. ആ പെയിൻ ഒട്ടും, ഇപ്പോൾ കുറേ ആളുകളുണ്ട് വൈഫ് ഒട്ടും പാരൻസിനായിട്ട് ഒത്തു പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ആ ഹസ്ബൻഡ് എന്ത് ചെയ്യും, അയാളുടെ വീട്ടിൽ അയാളുടെ പാരൻസിൻ്റെ അടുത്ത് പോകും, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ ആഷിക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ജാസിയുടേതായിട്ടുള്ള ഇതിൽ ആഷിയുടെ വീട്ടുകാരായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, ആഷിയുടെ വീട്ടുകാർക്ക് ജാസിനായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആഷിൻ്റെ വീട്ടുകാരോട് കാണാനും പോകാനും ചെയ്യാനൊന്നും വലിയ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. ജാസി എന്ന് പറഞ്ഞ ഫാക്ടർ കൊണ്ടുപോകേണ്ടതല്ലോ. അത്യാവശ്യം സ്വന്തം വീട്ടിലേക്ക് വിളിക്കാനും സംസാരിക്കാനും അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അത് പറ്റിയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അതാണ് സംഗതി. ഇവിടെ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, നന്ദിനി റെഡ്ഡി ഇട്ട ആ ഉമ്മാൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വയ്ക്കാം. അതിനു മുമ്പ് ജാസി നന്ദിനി റെഡ്ഡിയെക്കുറിച്ചും ഈ ഇഷ്യൂവിനെ കുറിച്ചും ഷാലു ആയിട്ട് സംസാരിച്ച സമയത്ത് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരുടെ ലൈഫിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുപാട് വർഷമായി ജീവിക്കാൻ തുടങ്ങി. എല്ലാവരുടെ ലൈഫിലുള്ള പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പിണക്കങ്ങളൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. പക്ഷെ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി വളരെ മോശപ്പെട്ടൊരു പെൺകുട്ടി ആയതുകൊണ്ട് അത് അവൻ തിരിച്ചറിഞ്ഞതും അവളെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് ഞാൻ അവന് കാണിച്ചു കൊടുത്തപ്പോഴൊക്കെയാണ് അത് ഓക്കെ ആയത്. പിന്നെ അത് ആ കുട്ടിയുടെ ഒരു ഗെയിമായിരുന്നു. കാരണം ഞങ്ങൾ ദുബായിലൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ ബോണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഞങ്ങളെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. ആഷി ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആഷിനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് പൊട്ടിക്കാം എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി ആഷിനെ പിടിച്ചതും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും അവൾക്ക് കിട്ടുകയും ഞങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഇല്ലാണ്ടാക്കുകയും ചെയ്തത്. എൻ്റെ ലൈഫിൽ ഞാൻ എല്ലാ ഇൻ്റർവ്യൂലും പറഞ്ഞതുപോലെ എനിക്ക് ഇപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു പെൺകുട്ടിയാണ് അത്. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് പേര് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവരോടൊക്കെ ഞാൻ മാപ്പ് കൊടുക്കും. അവരൊക്കെ ഇപ്പോഴും ഞാൻ കണ്ടാൽ ചിരിക്കും, ഞാൻ അവരോട് സംസാരിക്കും, എനിക്കൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു വ്യക്തി, ഈ നന്ദിനി റെഡ്ഡി, ഞാൻ പേരെന്നെ എടുത്ത് പറയട്ടെ, ഈ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ദുബായിൽ ബാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ കണ്ടാൽ വെടി വെച്ച് കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്കിപ്പോഴും. അതെനിക്കറിയില്ല, എനിക്ക് ഒരിക്കലും ആ ഒരു കുട്ടീനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ആ ഒരു പേര് കേൾക്കാനോ ഒന്നും, ഞാൻ എല്ലാത്തിനും ബ്ലോക്കാണ്. എല്ലാത്തിനും ഞാൻ ആ കുട്ടീനെ കാരണം എന്നെ കാണണ്ട, എനിക്ക് അത്രയ്ക്ക് വെറുപ്പാണ് ആ സ്ത്രീയോട്. കാരണം ഒരു സ്ത്രീ എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ലേഡീസിനെ അല്ലെങ്കിൽ സ്ത്രീകളെ അമ്മമാരൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ആ ഒരു പെൺകുട്ടിക്ക് എനിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. അത് ഞാൻ മരിച്ചാലും എനിക്ക് ആ കുട്ടിക്ക് മാപ്പില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ നല്ലൊരു ഫ്രണ്ടായി നിന്നിട്ടാണ് അവൾ എന്നോട് ഈ ദ്രോഹം ചെയ്തത്. ഞാൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കുട്ടിയാണ്. എന്നിട്ട് പോലും അവൾ എന്നോട് അങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ, അത് ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടും അവൾ വീണ്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മുമ്പിൽ. അപ്പോൾ ആ കുട്ടിക്ക് മാപ്പില്ല. ഞാൻ അത്രക്ക് ഒരു വെറുത്ത പേരാണ് നന്ദിനി റെഡ്ഡി എന്നുള്ളത്. ജാസി ഇതൊക്കെ വന്നിട്ട് ഈ 2022 കാര്യം ഇപ്പോൾ 2025 പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് ഇതിൽ പ്രതികരിക്കും എന്നുള്ളൊരു ഐഡിയ വേണ്ടേ? അതും 2022 ജാസിയുടെ ഒരു ഇമേജ് അല്ല, ആ ഒരു സ്റ്റാറ്റസ് അല്ല. ഇപ്പോൾ 2025 വരുമ്പോൾ 22 ഒരുപാട് മാറി, ചേഞ്ചായി, കുറച്ചുകൂടി വിസിബിലിറ്റി കൂടി, ട്രാക്ഷൻ കൂടി ജാസിയിലേക്ക്. അങ്ങനെയുള്ള സമയത്ത് അപ്പുറത്തുള്ള ആൾ പ്രൊവോക്ഡായിട്ട് അയാൾ അന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോഴത്തോളം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓൾറെഡി നിങ്ങൾക്ക് കോൺട്രവേഴ്സി, അതിൻ്റെ മുകളിൽ പ്രശ്നങ്ങൾ. ഓക്കെ, ഇതാ ഞാൻ അന്നേ പറഞ്ഞത്, പ്രൈവസി നിങ്ങൾ കീപ്പ് ചെയ്യണം, പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് വെക്കണം എന്നൊക്കെ. ഇത് വിട്ടുപോകില്ല, ലൈഫ് ലോങ് ഈ സാധനങ്ങൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് തലേൻ്റെ മുകളിൽ വന്നിരിക്കും. കാരണം എല്ലാം ഡിജിറ്റൽ ഡാറ്റയായിട്ട് സേവ്ഡ് ആണ്. നിങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ വേറൊരു ചാനലിൽ
ഒക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്ലിപ്സ് ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഇവർ തമ്മിലുള്ള അന്നത്തെ സെറ്റിൽമെൻറ്റ് വീഡിയോസും അതും ഇതൊക്കെ ആയിട്ട് നന്ദിനി റെഡ്ഡി ഇടുന്നുണ്ട്. കൂട്ടത്തിൽ ഈ ആഷിയുടെ ഉമ്മാൻ്റെ വോയിസ് ആണ്. ഈ സോഷ്യൽ മീഡിയയിൽ ജാസി പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അവൻ വന്ന് ഇങ്ങനെ പറയുന്നില്ല ഈ നന്ദിനി പറഞ്ഞ പെൺകുട്ടിനെ, അതിലെന്താ വാസ്തവം നമുക്ക് ആർക്കും അറിയില്ല. അതിലെന്താ വാസ്തവം ഉണ്ടെന്ന് ഈ ആഷിക്ക് പറഞ്ഞ ആ കുട്ടിനെ ഇവനെ അടിച്ചിട്ടും കുത്തിയിട്ടും കയ്യിലും മുറിയൊക്കെ ആക്കിയിട്ടും അങ്ങനെ ഓരോ പ്രശ്നങ്ങളായപ്പോ അവന്റെ അടുത്ത് പോയിട്ട് നന്ദിനി എന്നൊന്ന് കയറ്റി വിടണം. അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു, എന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്നിട്ട് ഇവൻ അവിടെ പോയതാണ്. അവിടെ പോയിട്ട് ആഷിഖിന്റെ ഉമ്മയോട് സംസാരിക്കുന്നത്. അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, ഞാൻ നാട്ടിലേക്ക് വരികയാണ്, ജാസ്റ്റിനെ ഇങ്ങനെയൊക്കെ കാട്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് ചുമ്മാ അങ്ങനെയാണ്, എന്താണ് അവനെങ്ങനെ ആക്കുന്നത്, രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ കുട്ടിയോട്, മോളെ അവൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, വിസ ഇല്ല, പാസ്പോർട്ട് അവൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, നീ എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത്. അല്ലാതെ ഈ ജാസി നായി പറയണതൊന്നല്ല സത്യം. എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവൻ എല്ലാ സോഷ്യൽ മീഡിയയിലും വന്ന് വല്ലാണ്ട് പീത്തുന്നുണ്ടല്ലോ. അതെന്താണെന്ന് ഇത് ആൾക്കാർക്കറിയില്ല. അവനെ പിന്താങ്ങുന്നുള്ള യൂട്യൂബുകാരും അവരവരൊക്കെ ഇതിന്റെ വാസ്തവം എന്താണെന്നറിയോ? എന്റെ മോൻ അതിൽ പെട്ട് കിടക്കന്നെ. വന്നിനെ പറയണ പെൺകുട്ടി ഇതിൽ ഒരു ഇതുമില്ല, അവള് ഇതിനെ സ്നേഹിക്കണില്ല, വശീകരിക്കണില്ല, ഒന്നുമില്ല. ഇവൻ പറഞ്ഞു നടക്കണ നന്ദിനി എനിക്ക് മരുന്ന് കൊടുത്തിക്കണ അങ്ങനെ എങ്ങനെ. ഈ ജാസി പറയണത് ഒരു സത്യമില്ല. ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ, ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞെ, എന്റെ മോനെ എങ്ങനെയാ പറയണ അങ്ങനെ നീ ജീവിക്കുന്നു. ഇവൻ പറഞ്ഞല്ലോ ആഷിക്കിന് ഒരിക്കലും എനിക്ക് വിടാൻ പറ്റില്ല. അതുപോലെ ഒരു പെറ്റ തള്ളയാണ് ഞാന്. 3 വർഷം എന്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് 5 ദിവസം ഇവിടെ നിൽക്കാൻ അയച്ചോളൂ. ഇവൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ 10 മാസമായി ദുബായിൽ നിന്ന് ഈ നാട്ടിൽ വന്നു. ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എന്റെ കുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കുറഞ്ഞ. എന്നിട്ട് നമ്മൾ അത് നോക്കിക്കഴിഞ്ഞ അവിടെ അവൻ ഡിലേറ്റ് ആക്കി കളയും. അവന്റെ ഫോണിലിട്ട് എന്നെ തെറി വിളിച്ചത് സ്വന്തം തള്ളൻ അവന്റെ മുമ്പിൽ വെച്ച് കൈയിടൂല. ഇതൊക്കെ ജാസി കാട്ടിയാട്ടോ. ഇതൊന്നും ആർക്കും അറിയില്ല. അവൻ പറയണത് കംപ്ലീറ്റ് നോണയാണ്. അവൻ ആണിന്റെ ഭാഗത്തെത്തി ആണും പെണ്ണിന്റെ ഭാഗത്തെത്തി പെണ്ണുമായിട്ട് അവൻ അഭിനയിക്കും. അവന് ഒരു ഓപ്പറേഷൻ ചെയ്യൂല, അവനെ ഒരു എന്തും ചെയ്യൂല. അവനക്ക് ഭയങ്കര പേടിയാണ്. അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ചിട്ടാ പോയി ആ പെണ്ണിന്റെ അടുത്ത് സകുമ്പോ സമാധാനത്തിൽ തന്നെ ഇരുന്നിക്കരുത്. അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണല്ല. ഇവൻ കംപ്ലീറ്റ് പറയണ നോണയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആഷിയുടെ ഉമ്മാൻ്റെ വോയിസ്. ഇത് ഉമ്മാൻ്റെ സങ്കടം തന്നെ എടുക്കുക, അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോൾ ജാസീൻ്റെ വീട്ടിൽ ജാസീൻ്റെ ഉമ്മ, ജാസീൻ്റെ ഫാമിലി എല്ലാം സെറ്റായി. ഓക്കെ, അവർക്ക് വിഷയങ്ങളൊന്നുമില്ല, അവർ തമ്മിലെല്ലാം പറഞ്ഞ് സെറ്റാക്കി സോൾവ് ആക്കി. എന്താണോ ജാസി അത് അവർ കുടുംബം ആക്സെപ്റ്റ് ചെയ്തു, റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ആഷിയുടെ വീട്ടുകാരെ സൈഡിൽ നിന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഇപ്പോഴും എന്താ പറയുക, ഇതിനോട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ആഷിക്കും ജാസിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതായത് സ്വന്തം ഫാമിലിയെ ഒന്നിച്ച് അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തി ആഷി മുന്നോട്ട് പോകുമ്പോൾ നീയെങ്കിലും അറ്റ്ലീസ്റ്റ് നീ അവിടെ പോയിക്കോ, ഞാൻ വരുന്നില്ലെങ്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ ജാസിക്ക് ആഷിയോട് പറഞ്ഞു കൊടുക്കാം. ഇന്ന ഈ ഉമ്മയ്ക്കൊന്നും ഇത്ര സങ്കടം വരില്ല. മനസ്സിലായോ? ഇതിപ്പോൾ ഈ വർത്താനത്തിൽ തന്നെ ഒരു ഉമ്മ ഇത്രത്തോളം എന്താ പറയുക ഒരു വോയിസ് അയച്ച് പൊട്ടിത്തെറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മകന് അത്രയും ആവശ്യമുണ്ട്, അത്രയും വേണം. ഈ മകന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇതിൽ വേറൊരു ഫാക്ടർ എന്താ അറിയോ, ഇവർ ഈ ട്രാൻസ് കപ്പിൾസ് ആയിട്ട് ഒരു അങ്ങനത്തെ ഒരു സാധനത്തിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പം ആഷി അങ്ങനെയല്ല, ആഷി ലൈക്ക് ട്രാൻസ് ആയിട്ടില്ല തോന്നുന്നു, ചേഞ്ച് ആയിട്ടില്ല. അവിടെ ജാസി ഇനി സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നാട്ടിൽ സെറ്റിലായിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതും ഇവർക്കൊരു പ്രശ്നമാണ്. ഈ റീൽസ് ചെയ്യുന്നതും ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ആ ഇൻ്റർവ്യൂവിൽ പോയിരുന്നിട്ട് വീട്ടുകാരെ കുറിച്ച് പറയുന്നതും ഒക്കെ സൊസൈറ്റിയുടെ മുന്നിലാണെന്നുണ്ടെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും ആഷിയുടെ ഉമ്മാക്കും ഉപ്പാക്കും ലൈഫ് മുന്നോട്ട് പോകണ്ടേ. അവർ അറ്റ്ലീസ്റ്റ് അവരറിയുന്ന അവരെ നാട്ടുകാരെങ്കിലും നോക്കുന്ന സമയത്തൊക്കെ ഈ ഉമ്മയും എന്തെന്നാ അവർക്കൊരു ഫീലിംഗ് വരുവിടെ. ആ ഉപ്പാനും ഉമ്മാനും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ മകൻ അവരെ വീട്ടിൽ വന്നു പോവുകയാണെങ്കിൽ നാട്ടുകാർ എല്ലാം ഓക്കെ ആയല്ലോ, പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് പറയും. ഇപ്പം നാട്ടുകാരെ നോക്കി ജീവിക്കണം എന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മാക്സിമം നമ്മളെ പാരൻസിന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ആണ് നമ്മൾ മുന്നോട്ട് പോയാൽ അത് നല്ലതാണ്. ഓക്കെ, അല്ലാത്ത പക്ഷം നാളെ നമ്മൾ ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആരും കാണില്ല, നമ്മളെ പാരൻസും കാണാത്തൊരവസ്ഥയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ പാരൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ ഇരുന്ന് ചിന്തിക്കും, അവർ ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു, അങ്ങനത്തെ റിഗ്രറ്റ്സ് നമുക്ക് വരും, അതിനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനേക്കാളൊക്കെ നല്ലത് എന്താ, ഉള്ള സമയത്ത് ഓക്കെ ജാസി ഇല്ലെങ്കിൽ വേണ്ട, ആഷിക്കെങ്കിലും ഒരു പോസിറ്റീവ് സാധനം ഫാമിലിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഉമ്മക്ക് ഇതേപോലെ വന്നിരുന്നിട്ട് വേറൊരാളോട് ഈ സങ്കടം അഴിച്ചു വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല.
പിന്നെ അന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ അതിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ നന്ദിനി റെഡ്ഡി എന്ന് പറഞ്ഞ ഈ ലേഡിയോട് എന്തോ ഒരു തരം ആഷി എന്ന് പറഞ്ഞ വ്യക്തിയോട് ജാസിക്കുള്ളൊരു ഓവർ പൊസസീവ്നെസ് ആവാം. അന്നിപ്പോൾ ഈ ആഷി പറയുന്ന പോലെ അത്ര ലൈക്ക് ജാസി പറയുന്ന പോലെ അത്ര സ്മൂത്ത് ആയിരുന്നില്ല കാര്യങ്ങൾ. അന്ന് ഇവർ തമ്മിലുള്ള അടിയൊക്കെ ഭയങ്കരമായിരുന്നു, തെറിവിളിയായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, വേണ്ട സീനുകളായിരുന്നു. ഇവരപ്പോഴും പറയുന്നത് ഈ പറഞ്ഞ നന്ദിനി റെഡ്ഡി പറഞ്ഞത് ആഷീനെ ഹെൽപ്പ് ചെയ്യാൻ പോയതെന്നൊക്കെയാണ് അന്ന് ഇവരുടെ വേർഷൻ. ഇപ്പോഴും അവർ ആ വേർഷൻ തന്നെയാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും ഇതൊരു തരം ലൂപ്പാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, പ്രൈവസി, നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമാണ് നമുക്ക്. എസ്പെഷ്യലി ഞാൻ വീണ്ടും ഒരു ഇത് പറയുന്നു, യൂട്യൂബ് അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കോണ്ടന്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി ആയിട്ടെടുക്കുക. ഓക്കെ, നമുക്ക് മാത്രമല്ല നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ, നിൻ്റെ മുത്തശ്ശൻ്റെ വീഡിയോ, നിൻ്റെ അമ്മയുടെ വീഡിയോ, നിൻ്റെ അമ്മമ്മയുടെ വീഡിയോ, നിൻ്റെ മാമൻ്റെ സാധനങ്ങൾ വരാതിരിക്കില്ല. കാരണം ഇതെല്ലാം ഡിജിറ്റലായിട്ട് ഇവിടെ സേവ്ഡ് ആണ്, ഒന്നും എവിടെയും പോകുന്നില്ല. ഓക്കെ, 10 മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് 10 ഉറുപ്പ് ഞങ്ങളുടെ വീട്ടിലേക്കില്ല, വേണ്ട. 2 വർഷം എന്റെ 10 ഉറുപ്പ് ഞങ്ങൾക്ക് ചെലവ്. ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാര് പറയണ്ടേ, ഇവൻ സമ്പാദിച്ച പൈസ എവിടെ? കംപ്ലീറ്റ് ജാസിന്റെ കയ്യിലാണ്. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ച വസ്തു എന്താ എന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 എണ്ണല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് 3 ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും. എന്തിനു സപ്പോർട്ട് ചെയ്യണ്? മോൻ വരുമ്പത്തിന് ഇറച്ചിയും 10 ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനു ഇവനെ അവനെ സ്വീകരിക്കണം, ആട്ടിവിടണം. അതേസമയം ജാസി ഇവിടേക്ക് കയറുന്നതിന് ചൂലും കെട്ടോണ്ടടിക്കും. ഞാൻ കേറ്റൂല. ഇവരുടെ ഉമ്മ എന്തിനു കേറ്റണത്? ഞങ്ങൾ മൊയിലേരത്തും കൊല്ലാക്കാത്തുമില്ല. പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പടച്ച. എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും. എന്നും ഇവര് 16 പോലെ ഇരിക്കൊന്നുമില്ല. എത്ര വേദന ഉണ്ട് എനിക്ക്. ഒരു നേരം ഞാൻ നിസ്കാരപ്പായി ഇത് കരയാത്ത ദിവസം. ഒരു ഉമ്മാന്റെ സങ്കടമാണെങ്കിലും അറ്റ്മോസ്റ്റ് പ്രാക്കാണ് ആ ഉമ്മ പ്രാഗി വിടുന്നത്. പ്രാക്കിനോടൊന്നും ഞാൻ അങ്ങനെ അത്ര താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ. ഉമ്മാൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇസ്ലാം മതത്തിൽ ഇപ്പോൾ ഇതേപോലെ ഒരു ട്രാൻസ് വുമൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങനത്തെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഈ ഉമ്മയുടെ ഒരു ശബ്ദത്തിൽ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. സി വാട്ട് എവർ ഇറ്റ് ഈസ്, എൻഡ് ഓഫ് ദ ഡേ അവരുടെ മകൻ അറ്റ്ലീസ്റ്റ് അവർ പറയുന്ന പോലെ പൈസയും വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് വന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ തെറി പറയാതിരുന്നാൽ മതി. അത്രയെങ്കിലും ഒരു ഡീസൻറ്റ് സാധനം കീപ്പ് ചെയ്യുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു സൈഡിൽ ഒരു 2 പേരുടെ ലൈഫ് ഭയങ്കര ആഘോഷമായിട്ട് ആഘോഷിച്ച് പോകുമ്പോൾ അവരുടെ പാരൻസിൻ്റെ സൈഡ് ഭയങ്കര എന്താ പറയുക, നാട്ടിലൊന്നും ചെയ്യാനോ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോ അല്ലെങ്കിൽ 100 ചോദ്യങ്ങളുടെ ഇടയിലോ മകനെ കാണാൻ പറ്റാത്ത സങ്കടത്തിലൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചൊരു മാറ്റങ്ങൾ വരുത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു സംഗതി ആരാണെങ്കിലും ചെയ്യേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒട്ടും പ്രൈവസിയും നമ്മുടെ പ്രൈവറ്റ് ലൈഫ് ഒന്നും കീപ്പ് ചെയ്യാതെ എന്തും എല്ലാം പിടിച്ച് സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്ത് കളയാം എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളുകൾ, അത് ഏത് ഇനി ഇമോഷൻ്റെ പുറത്താണെങ്കിലോ അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാക്കാനുള്ള ഇതിൻ്റെ തത്രപ്പാടിൻ്റെ പുറത്താണെങ്കിലോ എന്തിൻ്റെ പുറത്താണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ഈ സാധനങ്ങൾ നിങ്ങളുടെ തലേന്ന് പോകില്ല. ഇതിങ്ങനെ വന്നിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ആഷിയുടെയും ജാസിയുടെയും കേസിൽ അതാണ് ഉണ്ടായത്. പോകുന്ന ഇൻ്റർവ്യൂസിൽ അറ്റ്ലീസ്റ്റ് ഈ പഴയ ഇഷ്യൂ സ്കിപ്പ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഈ നന്ദിനി റെഡ്ഡി എന്നുള്ളൊരു പേര് പറയാതെ വേണമെങ്കിൽ പോകാമായിരുന്നു. ഒന്നും പറയാതെ പോയതുമില്ല, ഒന്നും ചെയ്തതുമില്ല. പറയാനുള്ളതൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു ജാസി. ലാസ്റ്റ് എന്തായി? ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ആഡ് ഓൺ ആവുകയാണ്. ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ കാര്യങ്ങൾ ഫ്ലയറപ്പ് ആവുകയാണ് സംഗതി ചെയ്യുന്നത്, എസ്കലേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. പിന്നെന്താ പറയുക, ചിലർക്ക് ഇതൊക്കെ ആവശ്യമാണ്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് കോൺട്രവേഴ്സീസ് ഓബിയസ്ലി നെഗറ്റീവ് കോൺട്രവേഴ്സി ആണെന്നുണ്ടെങ്കിൽ മോർ ഹൈപ്പ്, മോർ വ്യൂവർഷിപ്പ്, മോർ ട്രാക്ഷൻ, മോർ ഡിമാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. മേ ബി അത് ഓക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അത് വിഷയമല്ല കേട്ടോ. അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദേ ആർ വെൽ ആൻഡ് ഗുഡ് വിത്ത് ഇറ്റ്. ഓക്കെ, ഇതാണ് വിഷയം. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ 2022 സീനുകൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ കുത്തിപ്പൊങ്ങി വന്നതാണ്. അതിലേക്ക് ആഷിയുടെ ഉമ്മ ആഡ് ആയതാണ്. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് എന്താ പറയുക, നമുക്ക് അതിനൊന്നും കാര്യമൊന്നുമില്ല. അരി മേടിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യാന്നല്ലാതെ എനിക്ക് പേഴ്സണലി ഞാൻ കാണുന്ന വ്യൂവേഴ്സിന് അപ്പുറത്തെന്താ പ്രശ്നം നടക്കണം, അത്യാവശ്യം ഒരു സെലിബ്രിറ്റി ഫേസിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് പോകാമെന്നല്ലാതെ ഈ കണ്ടന്റ് കൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല. ആകെയുള്ളൊരു ഉപകാരം എത്രയേ ഉള്ളൂ, പ്രൈവസി, നമ്മുടെ റിയാലിറ്റി എന്ന് പറഞ്ഞ സ്പേസിനകത്ത് നമുക്ക് പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി തന്നെ വെക്കുക. നമ്മുടെ പ്രൈവസി നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് എക്സ്പോസ്ഡ് ആവാതിരിക്കുക അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആക്കാതിരിക്കുക.
എന്നുള്ളൊരു അൾട്ടിമേറ്റ് സാധനം എല്ലാവരും കണ്ടറിഞ്ഞ് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ.